തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി പെയ്ത മഴ തുടങ്ങിയ മഴ നിർത്താതെ പെയ്യുകയാണ്. മധ്യതെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സാരംഗ് സുധാകരൻ നൽകും. തിരുവനന്തപുരത്ത് കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ കനത്ത മഴ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിന് കാരണമായി. നഗരത്തിൽ പലയിടങ്ങളിലും പകൽ സമയങ്ങളിൽ റോഡ് ബ്ലോക്കിനും വീടുകളിൽ പല ഭാഗങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കരിക്കകത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. കരമനയിൽ വീട്ടിൽ വെള്ളം കയറിയ വയോധികയെ ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചു. തിരുവനന്തപുരം കിംസ് ആശുപത്രിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെള്ളം കയറിയത് മൂലം നിരവധി വാഹനങ്ങൾ മുങ്ങി. വൈകുന്നേരത്തോടുകൂടി മഴ കുറഞ്ഞെങ്കിലും പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. വേളിയിലെ പൊഴി മുറിക്കാൻ കാലതാമസമുണ്ടായതാണ് നഗരത്തിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് തുടർച്ചയായി നിലനിൽക്കാൻ കാരണമായതെന്ന് കലക്ടർ പറഞ്ഞു. ഇത്തരത്തിലൊരു കാലതാമസത്തിൽ അന്വേഷണം നടത്തുമെന്നും കൃത്യമായ നടപടി ഇതിലുണ്ടാകുമെന്നും കലക്ടർ വ്യക്തമാക്കി. ചെറിയ ഡിലേ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഷോ കോസ് നോട്ടീസ് കൊടുക്കാൻ പോകുകയാണ് ബന്ധപ്പെട്ട കോൺട്രാക്ടറിനെ. ഓൾറെഡി ഉള്ള നിർദ്ദേശം പ്രകാരം ദ മൊമെന്റ് വി ഗിവ് ദ ഡയറക്ഷൻ അതിനെ തൊട്ട് 1-2 മണിക്കൂറുള്ളിൽ തന്നെ അത് ഓപ്പൺ ചെയ്യണം എന്ന രീതിയായിട്ടുണ്ട്. പക്ഷേ ഇതിൽ വൈകിപ്പോയിട്ടുണ്ട്. വി വിൽ ടേക്ക് നെസസറി ആക്ഷൻ ആൻഡ് ഭാവിയിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കാൻ കൂടി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ മഴക്കെടുതി അവലോകന യോഗത്തിന് ശേഷം നിലവിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നും ക്യാമ്പുകളും തുറക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചെന്നും കൺട്രോൾ റൂം അടക്കം തുറന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സാധാരണഗതിയിൽ ഇത്തരം വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ നമ്മൾ ക്യാമ്പ് ആരംഭിക്കാറുണ്ട്. അത് ഏതൊക്കെ ക്യാമ്പാണെന്ന് സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ധാരണയുണ്ട്. ഏതൊക്കെ വിദ്യാലയങ്ങളിലാണ് ക്യാമ്പ് ആരംഭിക്കേണ്ടത് സംബന്ധിച്ചിടത്തോളം. എന്തായാലും ക്യാമ്പ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. കൺട്രോൾ റൂം എന്നുള്ള നിലയിൽ കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസുകളിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസുകളിലും കൺട്രോൾ റൂം ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിൽ മഴ തുടരുന്നുണ്ടെങ്കിലും നിലവിൽ നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് കാര്യമായി കാണാൻ കഴിയുന്നില്ല. ജാഗ്രതയോടെ മുന്നോട്ടു പോകാനാണ് മന്ത്രിതല അവലോകന യോഗത്തിലും കലക്ടറും ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ക്യാമറമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഓപ്പറേഷൻ നുംകോറിൽ പരിശോധന ശക്തമായതോടെ ഉടമകൾ വാഹനങ്ങളുടെ രൂപം മാറ്റുന്നതായി കസ്റ്റംസ്. വാഹനത്തിന്റെ ഉടമകൾ നിറവും നമ്പർ പ്ലേറ്റും മാറ്റിയതായി സംശയിക്കുന്നുണ്ട്. വാഹനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ചെക്ക് പോസ്റ്റുകളിൽ ശക്തമാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം ദുൽഖർ സൽമാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമായി കോടതിയുടെ മുൻപിലെത്തി. മറ്റൊന്നുമല്ല, തൻ്റെ വാഹനം വാങ്ങിയത് കൃത്യമായ രേഖകളോടെയാണ് എന്നും കസ്റ്റഡിയിലെടുത്തത് അനധികൃതമായാണ് എന്നുമാണ് ദുൽഖറിന്റെ പരാതി. ഭൂട്ടാൻ വാഹന കള്ളക്കടത്തിൽ, കാർ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് ഇന്ന് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് മൂവാറ്റുപുഴ സ്വദേശിയായ മാഹിൻ അൻസാരിയെ ചോദ്യം ചെയ്തു എന്നതാണ്. മാഹിൻ അൻസാരിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ കേസിൽ ഇതിൽ കസ്റ്റംസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിൽ ഇയാളാണ് ഫസ്റ്റ് ഓണർ എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള ഒരാളായി ഇയാളെയാണ് കാണിച്ചിട്ടുള്ളത്. ഇയാളുടെ രേഖകളടക്കം RC ബുക്ക് അടക്കം വ്യാജമാണ് എന്നൊരു നിഗമനത്തിലാണ് കസ്റ്റംസ് എത്തിയിരുന്നത്. ഒപ്പം ഇയാളുടെ മറ്റ് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളടക്കം ഹാജരാക്കാനും ആവശ്യപ്പെട്ടു. ഇന്ന് കസ്റ്റംസ് എത്തിയ മാഹിൻ അൻസാരിയെ മണിക്കൂറുകളോളം കസ്റ്റംസ് ചോദ്യം ചെയ്യുകയും ചെയ്തു. മറ്റൊന്ന്, ഈ കേസിൽ ദുൽഖർ സൽമാൻ നടൻ ഹൈക്കോടതിയെ സമീപിച്ചാണ്. ദുൽഖറിൻ്റെ 4 വാഹനങ്ങൾ സംശയനിലയിലാണെന്ന് കസ്റ്റംസ് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ 2 വാഹനങ്ങൾ എവിടെയെന്ന് അറിയില്ല. അതിൻ്റെ വിശദാംശങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം ഒരു വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദുൽഖർ ഇതിൽ ഹൈക്കോടതിയെ സമീപിച്ച് വ്യക്തമാക്കിയത് താൻ നിയമാനുസൃതം വാങ്ങിയ വാഹനങ്ങളാണ്, കൃത്യമായ നിയമപരമായ ഇടപാടുകൾ മാത്രമാണ് ഇതിൽ നടന്നിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് കസ്റ്റംസ് ഈ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കണം. ഇതിൽ മറ്റൊന്നും നടന്നിട്ടില്ല. തന്നെ ഒരു കള്ളക്കടത്തുകാരനായോ മറ്റെന്തെങ്കിലും ആ രീതിയിലൊരു ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിലൊരു വിശദീകരണം വേണം. തൻ്റെ വാഹനങ്ങൾ വിട്ടുതരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഈ കേസ് ഹൈക്കോടതി സ്വീകരിക്കുകയും കസ്റ്റംസിനോട് മറുപടി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ കസ്റ്റംസ് തങ്ങളുടെ നിലപാട്
അറിയിക്കുകയും ചെയ്യും. കസ്റ്റംസ് ഈ കേസിൽ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് 188 വാഹനങ്ങളുടെ ലിസ്റ്റ് നൽകിയെങ്കിലും ഏതാണ്ട് 38ഓളം വാഹനങ്ങൾ മാത്രമാണ് കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് ഈ വാഹനങ്ങളുടെ ലിസ്റ്റുകൾ കൈമാറിയിട്ടുണ്ട്. പരിശോധന കർശനമാക്കാനായിട്ടാണ് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നടൻ അമിത് ചക്കാലക്കലിനോടും വിശദീകരണം കഴിഞ്ഞ ദിവസം തേടിയിരുന്നു. ഇതിൽ വീണ്ടും ചോദ്യം ചെയ്യൽ അമിത്തിൻ്റേത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അമിത് ഇടപെട്ടുകൊണ്ട് വാഹന കച്ചവടം താരങ്ങൾക്കിടയിൽ നടത്തിയിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലാണ് കസ്റ്റംസിനുള്ളത്. അങ്ങനെ ഈ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് നീങ്ങുകയാണ്. കോയമ്പത്തൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന വാഹന ഇടപാടുകാരെയും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് കസ്റ്റംസ് നീങ്ങുന്നത്. NSSനോടുള്ള പിണക്കം മാറ്റാൻ കോൺഗ്രസ്. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ച NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ സംഘടനയിൽ പടയൊരുക്കം. ജനറൽ സെക്രട്ടറിയുടേത് NSS നിലപാടല്ലെന്ന് വ്യക്തമാക്കി എറണാകുളം കണയന്നൂർ കരയോഗം രംഗത്തെത്തി. പിണറായിക്ക് പാസേവ് ചെയ്യുന്ന കട്ടപ്പയായി മാറിയ സുകുമാരൻ നായർ എന്നുകാട്ടി പത്തനംതിട്ട പ്രമാടത്തും ബാനർ ഉയർന്നു. ഇന്നലെ വെട്ടിപ്പുറത്തും ബാനർ ഉയർന്നിരുന്നു. സുകുമാരൻ നായരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ചങ്ങനാശ്ശേരിയിൽ ഒരു കുടുംബത്തിലെ 4 പേർ അംഗത്വം രാജിവെച്ചു. പുഴവാ സ്വദേശികളാണ് രാജിവെച്ചത്. അതേസമയം ശബരിമല വിഷയത്തിൽ വിശദീകരണ യോഗങ്ങളുമായി UDF മുന്നോട്ട് പോകും. BJPയും ബദൽ വഴികൾ തേടുന്നുണ്ട്. സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ അനുകൂല നിലപാടായി NSS സ്വീകരിച്ചതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ളൊരു വിമർശനമാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ ഉയരുന്നത്. ഇതാ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റർ വിവാദവുമായിട്ട് പോസ്റ്ററുകളിലൂടെ വിമർശനവുമായിട്ട് പത്തനംതിട്ടയിലെല്ലാം തന്നെ ഇത് പ്രത്യക്ഷമായെങ്കിൽ ഇന്നത് കുറച്ചുകൂടി കടുപ്പത്തിലേക്ക് നീങ്ങുകയാണ്. അത് എറണാകുളം കണയന്നൂർ NSSൻ്റെ ഒരു കരയോഗമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രമേയം തന്നെ പാസ്സാക്കിയത്. അത് വളരെ കൃത്യമായിട്ട് പറയുന്നു, ഇത് സുകുമാരൻ നായരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് ഇതിന് അനുകൂലമായൊരു തീരുമാനമെടുത്തത്. അതിനെ NSSുമായി ചേർത്ത് വായിക്കേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. ശക്തമായ നിശിതമായ വിമർശനമാണ് ജനറൽ സെക്രട്ടറിക്കെതിരെ ഇതിൽ ഉയർത്തിയിരിക്കുന്നത്. ഇതിൽ അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളിൽ ഇതിൽ നിരവധിയായ കരയോഗം പ്രവർത്തകർക്കെതിരെ കേസുകളടക്കമെടുത്ത സർക്കാർ നടപടി ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. ഏതെങ്കിലും രീതിയിലുള്ള ഉറപ്പ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ രേഖാമൂലം തന്നെ കരയോഗങ്ങളെ അറിയിക്കാനായിട്ട് തയ്യാറാകണം. ഇത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്കെടുത്ത പേരിൽ അതിനെ പൊതുവായി NSS എന്ന് ചേർത്ത് വായിക്കരുത് എന്ന് തുടങ്ങുന്ന രീതിയിലുള്ളതാണ് പ്രമേയമായിട്ട് വന്നിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധമാണ് ഇത് സംബന്ധിച്ച് ഉയരുന്നത്. അതേസമയം തന്നെ UDF ഇത് രാഷ്ട്രീയമായുധമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായൊരു വിശദീകരണ യോഗങ്ങളിലേക്ക് കടക്കാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിലടക്കം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് എന്താണ് ലക്ഷ്യങ്ങളായിട്ട് സർക്കാർ ഉദ്ദേശിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പരിപാടി ആയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്ന രീതിയിലേക്ക് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം തന്നെ പ്രവർത്തനം മാറുകയാണ്. വലിയ വിഷയങ്ങൾ ഇതിൽ NSSൽ തന്നെ എതിർപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ജനങ്ങളെ അല്ലെങ്കിൽ NSനെ ഒപ്പം നിർത്താൻ CPM ശ്രമിക്കുന്നത് എന്ന് ജനറൽ സെക്രട്ടറി AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. കർമ്മങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്താണ് ഫലമുണ്ടാകുക എന്നുള്ളത് കാത്തിരുന്ന് കാണുക. ജനങ്ങൾ വിഡ്ഢികളല്ല. കാരണം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞങ്ങളാരും സമുദായ സംഘടനകളെ വെല്ലുവിളിക്കാറില്ല. ഞങ്ങളാരും ആരെയും അപകീർത്തിപ്പെടുത്താറില്ല. ഇതെല്ലാം ചെയ്തത് CPMും ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അവരിപ്രാവശ്യം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് തൊട്ടു മുമ്പേ കൂടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരള ജനത എന്നുള്ളത് ഉറപ്പാണെന്നാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരം നരിവാമൂട് നടുക്കാട് 22-ാം നമ്പർ NSS കരയോഗം വിദ്യാധിരാജ NSS കരയോഗത്തിന് മുന്നിൽ പുതിയൊരു ഫ്ലക്സ് വന്നിരിക്കുന്നു എന്ന വാർത്ത കൂടി VV അരുൺ തിരുവനന്തപുരത്ത് നൽകുന്നുണ്ട്. അതിൽ G സുകുമാരൻ നായർക്കെതിരെയാണ് ഫ്ലക്സ്. നായർ സമുദായത്തെ ഒറ്റുകൊടുത്ത സുകുമാരൻ നായർക്ക് ആദരാഞ്ജലികൾ എന്ന് ഫ്ലക്സിൽ ഉണ്ട്. കട്ടപ്പ ബാഹുബലിയെ കുത്തുന്ന ചിത്രവും ഫ്ലക്സ് ബോർഡിലുണ്ട്. ഇതിനിടെ NSS ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് എന്ത് തീരുമാനവും എടുക്കാമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. NSSനടക്കമുള്ള സമുദായ സംഘടനകൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾക്ക് അതിൽ യാതൊരു പരാതിയില്ല. ഞങ്ങളുടെ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനമാണ്. യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ നല്ല കൂട്ടുകാരനാണ്. ഒരു സംശയ കാര്യത്തിലില്ല. ആ കൂട്ടുചേർന്ന് പോട്ടെ. ഞങ്ങൾ കേരളത്തിൻ്റെ മതേതര മനസ്സിൻ്റെ മുന്നിൽ ഈ വർഗീയവാദത്തെ ഞങ്ങൾ പൊളിച്ചു കാട്ടും. അതാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങളത് ചെയ്യും കൃത്യമായി.
വർഗീയവാദികളെ NSSന്റെ അടിച്ചതിൻ്റെ അകത്തേക്ക് അദ്ദേഹം കയറ്റാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതൊരു ഉറച്ച നിലപാടാണ്. ആ ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന് ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞങ്ങളും അദ്ദേഹവുമായിട്ടോ NSSുമായിട്ടോ ഒരു തർക്കമില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെതിരെ സമസ്ത മുഖപത്രം സർക്കാർ നടത്തുന്നത് കൈവിട്ട കളിയാണെന്നും മതേതര മനസ്സിനെ നിരന്തരം മുറിവേൽപ്പിക്കുന്നവരുടെ തോളിൽ കൈയിടുന്നുവെന്നുമാണ് വിമർശനം. മതേതര നിലപാടിൽ സർക്കാർ ഇരട്ടത്താപ്പാണെന്നും സുപ്രഭാതം വിമർശിച്ചു.